എന്തുവാടോ? കിട്ടിയില്ല. താങ്ങിന്റെ കുരുക്കി കാണിച്ചെന്തുവായിരുന്നു? ഒരു മാർഗമുണ്ട് മാഡം, ഒരു മാർഗമുണ്ട്. എന്നാ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാഡത്തിന് മുമ്പേ ആരെങ്കിലും തോറ്റുകൊടുത്താൽ പ്രശ്നമില്ലല്ലോ. എനിക്ക് മുമ്പേ ഈ കളിയിൽ ഇവിടെ ആരെങ്കിലും തോറ്റാല് ഈ കളി ആ സെക്കൻഡ് ഞാൻ അവസാനിപ്പിക്കും. അത് മതി. മതിയല്ലോ. മതി. അത് ഞാൻ ആണോ? ഫോൺ ഉപയോഗിക്കാത്തോണ്ടേ ജോലിയെല്ലാം പെട്ടെന്ന് തീർന്നു. അല്ലെങ്കിൽ ആ സമയം മൊത്തം നമ്മൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചോണ്ടേയിരിക്കുവായിരുന്നു. സത്യമാണ്. ഈ ബുക്ക് എത്ര ദിവസമായിട്ട് വായിച്ചു തീർക്കണമെന്ന് വിചാരിക്കണം. ഇപ്പൊ ഫോണില്ല, അതങ്ങ് വായിച്ചു തീർക്കുകയും ചെയ്യും. അല്ല, ഒരു ദിവസം നമ്മൾ ഫോൺ വിളിച്ച് എന്തുമാത്രം സമയമാണ് കളയണല്ലേ? സത്യം. നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം. ഇതാ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഒന്ന് തൊടാൻ പോലും പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. എന്താ പൂച്ച കയറിയ എന്താ ഉണ്ണിയേട്ടാ, എന്തു പറ്റി? അതെന്താന്നറിയോ, കുറച്ചു മുന്നേ ഫോൺ ഇതാ ഇരിക്കുന്ന ഫോൺ ഉണ്ണിയേട്ടന്റെ. കൊച്ചു പിള്ളേരെ കണക്ക് ഇങ്ങനെ കരയേണ്ട കാര്യമാണ്. അതാണ് നിസ്സാര കാര്യം. പിന്നെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ അതൊന്നുമല്ല കാര്യം. പിന്നെ ഞാനൊരു ദാരുണ സംഭവം പറയാൻ വേണ്ടി മാഡത്തിന്റെ മുറിയിലോട്ട് പോകായിരുന്നു. അതിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാൻ പെട്ടെന്ന് ഈ കൊച്ചു ഓടി വന്ന് എന്റെ മൊബൈൽ അടിച്ചു മാറ്റിക്കൊണ്ട് ഇങ്ങോട്ട് ഓടി വന്ന്. അതെന്താ ദാരുണമായ സംഭവം? ഞാനത് പറയട്ടെ? പറഞ്ഞു. ഉണ്ണിയേട്ടാ ഒന്ന് പറ. പറഞ്ഞാൽ ലക്ഷ്മി കടുങ്കൈ വല്ലതും ചെയ്യുവോ? അതൊന്ന് പറഞ്ഞു തോന്നല്ല. അതെന്തോ തോന്നായി? അതെന്താ? അല്ല, കൺട്രോൾഡ് ആയിരിക്കണം. തൂങ്ങിച്ചാവുകയോ വിഷമടിക്കുകയോ കൈഞ്ഞെരുമ്പ് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അയ്യോ, കാര്യം പറഞ്ഞേ. ഒന്നും ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊച്ചിന്റെ അച്ഛനില്ലേ മേനോൻ സാറ്, മേനോൻ സാറിന്റെ കാർ ഒരു ടിപ്പറിന്റെ പുറകില് തീർന്നെന്നാ കേട്ടോ. ലാസ്റ്റ് കടം ചോദിച്ച പൈസയും കൊടുക്കാൻ പറ്റില്ലല്ലോ ഈശ്വര. എന്റെ പൊന്നെ, ആ പോക്ക് കണ്ടിട്ട് മൂന്നാമത്തെ നിലയുടെ മേളിൽ നിന്ന് താഴോട്ട് ചാടി ചാവാനാ തോന്നുന്നു. പൊടി പോലും കിട്ടൂല. ലക്ഷ്മി തീർന്നു എന്നുള്ളത് ഉറപ്പേണ്ടി. പറഞ്ഞേ, ഇത് പ്രശ്നമായി തീരുവോ? ഓ ലക്ഷ്മി പോട്ടെ, ഇതൊന്നും നമ്മുടെ കയ്യിലല്ലല്ലോ മോളെ. ചാടാനുള്ള പരിപാടിയല്ല, വിഷമടിച്ചാണുള്ള പരിപാടി. വിഷക്കുപ്പിയെ തെരയുന്നത്. ലക്ഷ്മി നീ അബദ്ധം ഞാൻ പറയുന്ന ആദ്യം എന്റെ പൊന്നെ. അതെ, അപ്പം സ്വിമ്മിംഗ് പൂളിൽ ചാടാനുള്ള പരിപാടി. കുഞ്ഞെ, അയ്യോ. ഓ, എന്തിയേടോ? ഏതാ ഡാറ്റ മോമ് വരാൻ പോകുന്നോ ആസൂത്രണമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിയേ? മാഡം, വാലിന് തീ പിടിച്ചോല്ലേ ഒരു സാധനം ഇപ്പൊ ഇങ്ങോട്ട് കയറി വരും. എന്തോന്ന്? നോക്കിക്കോ. എന്താ ഫൈൻ തുക? 2000 രൂപ. ഞാൻ എന്റെ ഫോൺ എടുക്കാളെ. അയ്യോ, കളി ഏതായാലും അവസാനിച്ചല്ലോ. ഇനി മാഡത്തിന്റെ ഫോൺ എടുക്കാം. എന്തോ കുരുട്ടുബുദ്ധിയാണോ താൻ ഉപയോഗിച്ച്? മാഡത്തിന് അറിയാമല്ലോ, കുരുട്ടുബുദ്ധിയിൽ ഇന്ന് കേരളത്തിൽ എന്നെ വെല്ലാൻ ആരുമില്ലെന്ന്. അത് മാത്രമല്ല, കുരുത്തുരുമ്പും ആരുമില്ല. അയ്യോ, അമ്മ ലക്ഷ്മി ഇങ്ങോട്ട് വന്നായിരുന്നാ? വന്നു. 2000 രൂപയെ കൈവച്ചത് അവൾ ഓടുന്നുണ്ട്. 2000 തന്നിട്ട് പോയ എന്തിന്? അയ്യോ, അവക്ക് ഫോൺ വേണോ, അതിനുള്ള പിഴയ അമ്മയെന്ന്. അതെ കൊച്ചമ്മ, നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ? മേനോൻ സാറിന്റെ വീടൊന്ന് പോണ്ടേ? എന്തിന്? ഉണ്ണിയേട്ടൻ പറഞ്ഞു മേനോൻ അങ്കിളിന്റെ കാറിന് എന്താ ആക്സിഡന്റ് പറ്റിയെന്ന്. അയ്യോ, എന്നിട്ട് ലക്ഷ്മി അങ്കിളിന് എങ്ങനെയുണ്ട്? അച്ഛൻ ഒരു കുഴപ്പമില്ല. ഒന്നും പറ്റിയില്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. ഒന്നുകൂടെ വിളിച്ചു നോക്ക്. നീ എന്താ പറഞ്ഞത്? എന്താ മോളെ? ഞാനല്ലോടോ പറഞ്ഞത്. എന്റെ അച്ഛന്റെ കാറ് വണ്ടിയിൽ തട്ടി, അതൊരു ടിപ്പറിൽ തട്ടിട്ട് കിടക്കുന്ന റോഡില്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ തന്നെ പറഞ്ഞു. മുത്തണ്ണ കേട്ടില്ലേ? ഞാൻ കേട്ടത് അങ്ങനെ തന്നെ പറഞ്ഞത്. പറയട്ടെ. ഞാൻ ആ പാടെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടിപ്പറിന്റെ പുറകില് കാറ് എന്ന് പറഞ്ഞത് കേട്ടതും ഈ കൊച്ചു കരഞ്ഞോണ്ടൂടി. അപ്പോ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോ എല്ലാം തീർന്നെന്ന് പറഞ്ഞതോ? തീർന്നെന്ന് പറഞ്ഞ വെടി കീറുന്ന ടയർ അവിടെ കിടക്കുന്നു. അതെ, അപ്പൊ മേനോൻ സാറിന് ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല. അങ്ങേര് പുള്ളി അത് ടയറും ഒക്കെ പഞ്ചർ ഒട്ടിച്ച് വണ്ടി കയറി തൊട്ടടുത്ത ബാറി കയറി കുറഞ്ഞ സാധനം ഒരു 4 വിട്ടുകൊണ്ട് സുഖമായിട്ടിരിക്കുകയായിരിക്കും. ഒന്നും സംഭവിച്ചു. ഇതിപ്പോ ആരോ പറഞ്ഞ പോലെ ഇതെന്തോ എന്റെ മോളെ ഒന്ന് ശരിക്കൊക്കെ കേക്കണ്ടേ? അല്ല എന്റെ തെറ്റാ ഉണ്ണിയേട്ടാ.
പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിങ്ങൾ ഇതിനനുഭവിക്കും. ആ, സത്യം പറഞ്ഞു ഇത് അങ്ങനെയൊക്കെ ഒന്നും സംഭവിച്ചില്ലെന്ന് അറിഞ്ഞ് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതാ ഞാനും വിചാരിച്ചത്. എന്നെ കുറ്റപ്പെടുത്തുക അതൊക്കെ. അതെ പോട്ടെ കൊച്ചമ്മ, ഞങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനം എടുത്തു. ആ. പറ. ഞങ്ങൾക്ക് എന്തായിരുന്നാലും ഫോൺ വേണ്ട. അതില്ലാത്തപ്പോ നല്ല സന്തോഷം സുഖമുണ്ട്. സത്യം, ഞങ്ങൾ ഇന്ന് ഫോണേ എടുക്കുന്നില്ല കൊച്ചമ്മ. ഫോൺ ഇരുന്നോ കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.